ഇവിടെ വരുന്ന പേഷ്യൻസിലെല്ലാം ഫുൾ ടൈം ഫിസിയാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് അതിനൂതനമായ സംവിധാനങ്ങൾ ഒരുക്കി മുന്നേറുന്ന പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്റർ വിപുലീകരിച്ചു. രോഗികൾക്കായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി വിപുലീകരിച്ച സെന്ററിന്റെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ നിർവഹിച്ചു. പതിറ്റാണ്ടുകളായി ആരോഗ്യരംഗത്ത് നൂതന സംവിധാനങ്ങൾ ഒരുക്കി രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്തുന്ന പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്റർ വിപുലീകരിച്ചു. 3000-ഓളം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ വിപുലീകരിച്ച സെന്ററിന്റെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ നിർവഹിച്ചു. പക്ഷാഘാതം മൂലമോ അപകടങ്ങൾ മൂലമോ നട്ടലിനോ തലയ്ക്കോ പരിക്കേറ്റവർക്കുള്ള ഫിസിയോതെറാപ്പി, കുട്ടികളിലെ ADHD, സെറിബ്രൽ പാൾസി, ഓട്ടിസം പോലുള്ള അസുഖങ്ങൾക്കുള്ള പ്രത്യേക പരിചരണം, ഒക്യുപേഷണൽ തെറാപ്പി, വിവിധ കാരണങ്ങളാൽ സംസാരിക്കാനോ കഴിക്കാനോ ബുദ്ധിമുട്ടുന്നവർക്കുള്ള സ്പീച്ച് ആൻഡ് സ്വോളോ തെറാപ്പി, കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്കുള്ള കൃത്രിമ അവയവം വെച്ചുകൊടുക്കലും പരിശീലനവും, സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ തെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഇതിനോടനുബന്ധിച്ച് സെന്ററിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മുഴുവൻ സമയ ഫിസിയാട്രിസ്റ്റിന്റെ സേവനം, പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ എന്നിവർ രോഗികളെ പരിശോധിച്ച് കൃത്യമായ ചികിത്സകൾ നിർദ്ദേശിക്കുന്നതാണ്. ഒരു മരത്തുമെന്ന് വീണതായിരുന്നു, കോണി സ്ലിപ്പായിക്കാണ്ട് വീണപ്പോൾ ഫൈനൽ ബോർഡ് കംപ്ലൈൻ്റ് ആയതാണ്, തെറ്റിയിരുന്നു, ഡിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടുന്ന് വീരാൻകുട്ടി സാറാണ് ഓപ്പറേഷൻ ചെയ്ത് ഇവിടുന്ന് 2.5 മാസം കൊണ്ട് എനിക്ക് മൊത്തം അരക്കണ്ണം കെട്ട് കീഴ്പ്പെട്ട മൊത്തം ചലനില്ലായിരുന്നു. പിന്നെ തെറാപ്പി ചെയ്ത് കണ്ടാണ് ഇത് ക്ലിയർ ആയത്. 2.5 മാസം ഇവിടെ നിന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ റാഹത്താണ്. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, വണ്ടി ഓടിക്കാനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ദീർഘകാലം കിടത്തി ചികിത്സ വേണ്ടവർക്ക് പ്രത്യേക പാക്കേജുകളും സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റിഹാബിലിറ്റേഷൻ വിഭാഗമാണ് കിംസ് അൽഷിഫ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ പറഞ്ഞു. കഴിഞ്ഞ 35 വർഷക്കാലമായി പെരിന്തൽമണ്ണയിൽ ആരോഗ്യരംഗത്ത് പല നൂതന സംവിധാനങ്ങളും അൽഷിഫക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് 3000-ഓളം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ്. അത് കംപ്ലീറ്റ് ഇവിടെ വരുന്ന പേഷ്യൻസിലെല്ലാം ഫുൾ ടൈം ഫിസിയാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷാഘാതം പിടിപെട്ട് വിഷമത അനുഭവിക്കുന്ന രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒക്യുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി എന്നുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭികാമ്യമായ ഒരു സെൻ്ററാണ്. അത്തരം രോഗികൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ചികിത്സ നൽകാൻ കഴിയും എന്നുള്ളത് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ്. 4 വർഷത്തോളമായി കിംസ് അൽഷിഫ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാണ് വിപുലീകരിച്ചിട്ടുള്ളത്. സ്ട്രോക്ക്, ബ്രെയിൻ ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ചികിത്സയും റീഹാബിലിറ്റേഷൻ സെന്ററിൽ ലഭ്യമാണ്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. 4 വർഷത്തിന് മുകളിലായി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പുതുതായിട്ടിപ്പോൾ നമുക്കിതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബ്ലോക്ക്, അതായത് കിടത്തി ചികിത്സിക്കാൻ ഉള്ള സൗകര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ തെറാപ്പി ചെയ്യാൻ ഒരു പുതിയ ഒക്കുപേഷൻ തെറാപ്പി ഏരിയ, പുതിയ ഫിസിയോതെറാപ്പി ഏരിയ, അതിനോടൊപ്പം തന്നെ സ്പീച്ച് ആൻഡ് സ്വാലോ, ഇതിനെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയും രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പ്രത്യേകിച്ച് ഒരു ബ്ലോക്ക് ഇതിനായിട്ട് വേണ്ടി നമ്മൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് ആണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി, ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഒക്കുപേഷണൽ തെറാപ്പി, അതിൽ അഡൾട്ട്
ഒക്കുപേഷണൽ തെറാപ്പി ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ADHD, സെറിബ്രൽ പാൾസി, ഓട്ടിസം അതുപോലുള്ള അസുഖങ്ങളിലുള്ള കുട്ടികൾക്കുള്ള ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് ആൻഡ് സൈലന്റ് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സൈക്കോ തെറാപ്പി, ഇതെല്ലാം ചേർത്ത് നമുക്കൊരു ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് അവരുടെ മെഡിക്കൽ നീഡ്സും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്. ചടങ്ങിൽ ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ, ന്യൂറോ സർജൻമാരായ ഡോക്ടർ ബേബി ജോസ്, ഡോക്ടർ അരുൺ ബാബു ജോസഫ്, ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ നൂറുദ്ദീൻ, ഡോക്ടർ യതീഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ്, ENT സർജൻ ഡോക്ടർ ബേബി സസ്ന, ഡെന്റൽ സർജൻ ഡോക്ടർ ഫൗസിയ, പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ, പീഡിയാട്രീഷ്യന്മാരായ ഡോക്ടർ ആദിൽ, ഡോക്ടർ വിഷ്ണു, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹ്യ, ഫിസിയോതെറാപ്പി ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗം മാനേജർ സെമീൽ പൂവന്തേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.